വിശക്കുന്നുണ്ട്. എന്താ ചെയ്യാ? ഇത് ഞാൻ ആദ്യമായിട്ട് വന്ന പോലെ കേട്ടോ. ഇവിടെ ഇതാണ് ജസ്റ്റൈൻ്റെ സാമ്രാജ്യം. 1 കൊല്ലം ഭരിച്ചിട്ട് പോയി ജസ്റ്റൈൻ്റെ സാമ്രാജ്യം. ഒന്നും പറയണ്ട. നല്ല കിടിലം ജേണി ആയിരുന്നല്ലേ ഇതുവരെ. അധോലോകം കിടിലം ജേണി ആയിരുന്നു. അപ്പം ഫൈനലി നമ്മൾ കൊച്ചിയിലെത്തിയിരിക്കുന്നു. ഒറ്റ മൈൻഡും വെച്ച് നമ്മൾ കൊച്ചിയിലേക്ക് വന്നേ. എങ്ങോട്ടേക്കാന്നൊന്നും അറിയില്ല, ഒരു പ്ലാനും ഇല്ല. അതാ കുഴപ്പമില്ല. ഫൈൻ. മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിച്ചത് ഒരിക്കലും നമുക്ക് കിട്ടണം നിർബന്ധമില്ല. യു വോണ്ട് ഫോർഗെറ്റ് ദിസ് മാൻ എന്നൊക്കെ. 3 കിലോമീറ്റർ നടന്നു. 3 കിലോമീറ്റർ വിശന്ന് പണ്ടടങ്ങിയിരിക്കുമ്പോ 3 കിലോമീറ്റർ നടച്ചു. ഇവനെ ചങ്ങായോ പറഞ്ഞില്ലേ. എന്നിട്ട് യാതൊരു ബന്ധമില്ലെന്ന്. 1 കൊല്ലം അധോലോകം ഭരിച്ച മനുഷ്യനാ. കൊച്ചി അധോലോകം ഭരിച്ചതാ. സമ്മതിക്കുന്നുണ്ട് എന്തല്ലോ. അപ്പം വോയിസരം കേൾക്കും, കുഴപ്പമില്ല. എന്നിട്ട് ലാസ്റ്റ് മന്തിക്ക് പകരം നമ്മൾ കഴിച്ചത് എന്താണെന്നറിയോ? നമ്മള് കിട്ടിയ തട്ടുദോശ കഴിച്ചു മന്തിക്ക് പകരം. ഇപ്പൊ നമ്മൾ തിരിച്ച് പിന്നെയും നടക്കുന്നുണ്ട് 3 കിലോമീറ്റർ. 5 തട്ടുദോശയും കഴിച്ചിട്ട് തിരിച്ച് നടക്കുക റൂമിലേക്ക്. താങ്ക് യു ഫോർ ദിസ് എക്സ്പീരിയൻസ് ജിസ്ലാദ്. തംസപ്പ് മാത്രമേ ഉള്ളൂ. നമ്മള് കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ഒറ്റ മൈൻഡിൽ ഇറങ്ങിയതാ. ഇനി എന്തെല്ലാം നടക്കുന്ന ആൾക്കറിയാം. സോ ഒന്നും ഞാൻ ഇവനെ പറയൂല. എക്സ്പീരിയൻസ് അല്ല. ഈ 3 കിലോമീറ്റർ നടന്നതായാലും നല്ല രസമുണ്ട്. കാലിൽ ഓപ്പാട് ഇളകിയിട്ടുണ്ട്. വണ്ടി ഒഴിവാക്കി നമ്മൾ നടത്തം പിടിച്ച്. അല്ലാണ്ട് നമ്മളതിൽ വണ്ടി ഇല്ലാത്തോണ്ടല്ല. അല്ല വിചാരിച്ചതിനെ ഇപ്പൊ വണ്ടി ഇറക്കുമല്ലേ. വണ്ടി വരൂലേ. പക്ഷെ വേണ്ട. സോ നമ്മൾ നടക്കാൻ തീരുമാനിച്ചു. നമ്മുടെ കൂടെ ഷാരിഖ് എന്ന് പറഞ്ഞ ക്യാമറമാൻ ഉണ്ട്. നാളെ നമ്മുടെ കൂടെ ടർബോ എത്തിച്ചേരുന്നതായിരിക്കും. ടർബോനെ കൂട്ടുകാരൻ എത്തിച്ചേരുന്ന നമ്മുടെ അടുത്ത് ഇങ്ങനെ വാക്ക് വന്നിട്ടുണ്ട്. ഇനി ചാമ്പ്യന്മാരാവുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും ജസ്റ്റ് ചാമ്പ്യൻ അല്ലേ ഇന്ന്. ജസ്റ്റ് നമ്മളെ ഫ്രണ്ടാ, നമ്മളെ കൂടെ വന്നു. ഒറ്റ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ റെഡി. ഓക്കെ, കൊച്ചിയിലുള്ള ആളല്ലേ, അതുകൊണ്ട് എങ്ങനെയായാലും കൊച്ചി അറിയുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഒരു തേങ്ങ അറിഞ്ഞൂടെ. കൊച്ചിക്ക് ഒരു കുഴപ്പമില്ല, എനിക്കേ കുഴപ്പമുള്ളൂ. ഇങ്ങനത്തെ ഇടണം. നീ ഇപ്പൊ പറഞ്ഞില്ലേ വ്ളോഗിൽ വന്നതിനെ പെണ്ണ് കിട്ടൂല. അത് പിന്നെ നിൽക്കുന്ന ആണോ? ഏത് ഡിലീറ്റ് ആക്കണ്ടേ? ലാസ്റ്റ് എന്താ മറ്റേ ഹെൽപ്പ് ചെയ്യാൻ പോന്നെയാ? പെണ്ണ് കിട്ടും. നമ്മൾ ഇത്രയും സംഭവങ്ങൾ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ അവിടെ പോയത്. ഫൈനലി സ്റ്റേഡിയം എത്തിയിരിക്കുന്നു. ഇത്രയും കട വെച്ചിട്ടാണ് നമ്മൾ അവിടെ പോയത്. കുഴപ്പമില്ല. 49 ജ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടേ ജസ്റ്റ് അത് പറയാ. 49 മിക്കവാറും ലൈമായിരിക്കും. നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് അത് DJIന്റെ മൈക്ക് സ്പോൺസർ ചെയ്യാന്ന് ജസ്റ്റ് അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അല്ലേ കൈയടിച്ച് പാസ്സാക്കിയിട്ടുണ്ട്. ഈ മുസ്താഖും കൈയടിച്ച് പാസ്സാക്കിയിട്ടുണ്ട്. സോ നമ്മുടെ ചാനൽ എത്രയും പെട്ടെന്ന് മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ ഭാഗം DJIന്റെ മൈക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഡീൽ. ഡീൽ. താങ്ക്സ്. ഇത് മേടിച്ചുതരാം അല്ലേ? നിന്നെ വീട്ടിൽ ജീവിക്കുന്നതുകൊണ്ട് നീ എന്ത് സ്പോൺസർ ചെയ്യാന്നല്ലേ? നീ എന്നെ മേടിച്ചോ. പിന്നെ നീ എന്നെ ഇപ്പൊ പറഞ്ഞു DJIന്റെ മൈക്ക് മേടിക്കും. സ്റ്റേഡിയം ഫുള്ള് കറങ്ങി. ഞാനെന്നാണെങ്കിൽ ഞാൻ സ്റ്റേഡിയത്തിന്റെ കാര്യം പറഞ്ഞേ, മറ്റുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. ഞാൻ സ്റ്റേഡിയത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ പറയട്ടെ, രണ്ടാളും കൊച്ചി കണ്ടിട്ടുള്ളത് എനിക്കിപ്പൊ തോന്നി. ഈ കഴിഞ്ഞ ഒരു മണിക്കൂറിൽ ഒരു തിന്നണ്ട സ്ഥലം രണ്ടിനും അറിഞ്ഞൂടാ. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? ഞാൻ ഇവിടെ കറങ്ങി നാടൊക്കെ ഇറങ്ങി എന്ന് പറഞ്ഞ പോരല്ലോ. എന്നാണ് നിനക്ക് നല്ല സ്പോട്ട് വേണ്ടി ഞാൻ പറഞ്ഞ. ഇനിയിപ്പൊ പറയടാ, ഇനിയിപ്പൊ പറ. പറയണ്ട. ഈ മന്തിന്റെ റൈമിങ് ആയിട്ടുള്ള വേറൊരു സാധനം ഉണ്ട്. ഇപ്പൊ പറയാൻ പറ്റൂല.
പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാല് പ്രശ്നമാവും. നീ ചാമ്പ്യതാ. അൾട്രീമിലെ മന്തി നല്ല കിടില ദോശ എന്നാക്കിയിട്ട് തിന്നിന് നമ്മളിപ്പം. അല്ലാണ്ട് കട പൂട്ടിയത് അറിയായിട്ടല്ല. ഗൂഗിൾ വെച്ചിട്ട് ചോദിച്ചിട്ടല്ലോ 450 മീറ്ററേ ഉള്ളൂ, 600 മീറ്ററല്ലേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പൊ മാപ്പിൽ ക്ലോസ്ഡ് എന്ന് കാണിക്കും. അതാ പറഞ്ഞ എനിക്ക് ബുദ്ധിയില്ല. സമ്മതിച്ചല്ലോ. നോക്കിക്കൂടെയാ? അല്ല എടാ ഞാൻ പറട്ടെ, എനിക്ക് നിന്നെ ഭയങ്കര വിശ്വാസമാണ്. അതാണ് എന്റെ പ്രശ്നം. അതാണ് എന്റെ പ്രശ്നം. നീ ഇപ്പം ആന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ച് അതിന്റെ പണിയുണ്ടെന്നേ. അതാ എത്ര ഇട്ടേ വീട്ടിൽ പഠിക്കൂലെന്ന് എല്ലാരും പറയുന്നതാ. ഞാൻ നീ മിണ്ടറ്. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തീരുമാനിക്കും. രണ്ടാളും വന്നാ മതി. നീ ഇവനും രണ്ടും വന്നായി. നീ വഴിയും പറയണ്ട, നീ ഗൂഗിൾ മാപ്പ് നോക്കണ്ട. ഒറ്റക്ക് ഉണ്ടാക്കാൻ, ഞാൻ സ്ഥലം ഉണ്ടാക്കാൻ എല്ലാം പറഞ്ഞു. നമ്മള് ഈ സാധനം പ്ലാൻ ചെയ്യുന്ന മുന്നേ ഞാൻ ഉദ്ദേശിച്ച സാധനം വേറെ അതിന് സമ്മതിച്ചു തന്നിട്ടില്ല. അത് നിനക്ക് താല്പര്യം ഉണ്ടോ വരാൻ? അതിൽ ഇവന് താല്പര്യമില്ല. സോ ആ സാധനം എത്രയും പെട്ടെന്ന് ഞാൻ ഷൂട്ട് ചെയ്ത് ഇടുന്നതായിരിക്കും. ഇവന് താല്പര്യമില്ല എന്ന് ഇവൻ പറഞ്ഞു. അപ്പം അതെന്തായാലും സർപ്രൈസ് ആയിരിക്കും. ഇവന് സർപ്രൈസ് ആയിക്കോട്ടെ, കാണുന്ന ആൾക്കാർക്ക് സർപ്രൈസ് ആയിക്കോട്ടെ. സാധനം ഒറിജിനൽ അല്ല, പക്ഷേ സ്റ്റിൽ കാണാൻ രസമുണ്ട്. അത് നോക്കിയേ, രസമല്ലേ കാണാൻ തന്നെ. വൺ വേർഡ് അബൌട്ട് ദാറ്റ്. ഓസം. ഒറിജിനൽ അല്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ചെയ്ത് വെച്ചേക്കുന്നത് വീട്ടിലായിട്ടുണ്ട്. നമ്മള് ഇവിടെ നിന്നാണ് തുടങ്ങിയത് വഴി. ഇതിന്റെ തൊട്ടപ്പുറമാണ് കുഴിമന്തി, അൽഫാം, ഗ്രില്ല്, ഷവായ, ഷവർമ, അറബിക്ക്, ചൈനീസ്, ഇതെല്ലാം ഉണ്ട്. എന്നിട്ട് ഈ 2 നാറുകളുണ്ടല്ലോ, ഇപ്പൊ 2 എണ്ണം തന്നെ കണ്ട ചാമ്പിക്ക് 3 കിലോമീറ്റർ നടന്നു ഞാൻ ദോശ വന്നിട്ടായിരുന്നു. ഞാൻ മുസ്താഖ എനിക്ക് കിട്ടുക, എനിക്കിതിന് 6 കിട്ടുവാ മുസ്താഖ. അപ്പം ഞാനും ശാരിക്കും ആദ്യമായിട്ടാണ് വോട്ട് ചെയ്തത്. വോട്ട് ചെയ്ത് സംഭവം എപ്പോഴും രാവിലെ പോയി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വരാൻ പറ്റുന്നെല്ലാം പറഞ്ഞിട്ടാണ് വീട്ടുകാർ പറയാ. എനിക്ക് ഈ പ്രാവശ്യം ഇവര് പറഞ്ഞ പോലെ ഇറങ്ങിയിട്ട് 1.5 മണിക്കൂർ അവിടെ പോയി രാവിലത്തെ ദിവസത്തിന്റെ. പക്ഷെ വോട്ട് ചെയ്ത് ഇവനും ചെയ്ത്. പക്ഷെ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാല് വോട്ട് ചെയ്ത് വീട്ടിലെത്തിയതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് എന്താ, ഫസ്റ്റ് കന്നി വോട്ടിന് നമുക്ക് അലുവ കിട്ടും. അത് മിസ്സായി. പക്ഷേ ഫൺ ഫാക്ട് എന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും ശാരിക്കും മധുരം കഴിക്കില്ല, അലുവ കഴിക്കില്ല നമ്മൾ. സോ റിഗ്രറ്റില്ലടാ. പക്ഷെ ചെറിയൊരു സങ്കടം, റിഗ്രറ്റില് സങ്കടം. സോറി, മൈ മിസ്റ്റേക്ക്. നിനക്ക് കിട്ടാതെ തന്നെ സങ്കടമല്ലേ? ലോൺ ആദ്യമായിട്ടും അല്ല, സോറി. അപ്പം ഇതേ ഉള്ളൂ. ആർക്കെങ്കിലും അലുവ കിട്ടിയെന്നുള്ളത് കമന്റ് ചെയ്യണം. നമുക്കിപ്പം കിട്ടിയത് ഒരു പുതിയ ന്യൂസാണ്. ജസ്റ്റ് അത് പറഞ്ഞു ഒഴിവാക്കാനൊന്നുമില്ല. ജസ്റ്റ് പറഞ്ഞു എല്ലാ ബൂത്തിലും ഇല്ല ഈ സാധനം, ചില ബൂത്തുകളിലുള്ളൂ. ഏതൊക്കെ ബൂത്തിലുണ്ടോ നോക്കിയിട്ട് ഇപ്പൊ പറഞ്ഞുതരാ. അറിയണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് ചെയ്യും. ജസ്റ്റ് അതിന്റെ നമ്പർ പിന്നെ ഇവിടെ നമ്മൾ കൊടുക്കും. ഇതെവിടെ അപ്പം കൊച്ചിയിലെത്തി. അപ്പൊ മുട്ടക്കറിയില്ല എന്റെ പറയുന്നില്ലേ. നമ്മള് കൊച്ചിയിലെത്തി. ആവശ്യത്തിൽ കൂടുതൽ രാത്രി മൊത്തം നടന്ന് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ നടന്ന് അങ്ങോട്ട് പോയി, തിരിച്ചു ഇങ്ങോട്ട് വന്ന്. പിന്നെ നമ്മള് റൂം സ്പോൺസർ ചെയ്ത മുസ്താഖ് ചിരിക്കുന്നു. അപ്പൊ എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് ഇതായിപ്പം ഇറങ്ങാം. ഇനിയിപ്പം നമ്മളെ ചാമ്പ്യൻ ഒരുത്തരുണ്ട്, മാറി ടർബോ. അവന് വണ്ടി കിട്ടിയില്ല, അപ്പൊ അവനില്ല. ഇനി നമ്മൾ 3 ആള് മാത്രമാണുള്ളത്. എക്സ്പ്ലോർ ചെയ്യാം, മാക്സിമം നടത്താം. പിന്നെ ഇതെന്തായാലും ഈ വീഡിയോ 2-3 കഷ്ണമായിട്ടേ വരുള്ളൂ. ആവശ്യത്തിൽ കൂടുതൽ സ്ഥലങ്ങൾ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എനർജി ഉണ്ടാവും, നമ്മൾ കാണും. സോ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക.